ഒട്ടേറെ ജലാശയങ്ങളുള്ള നാടാണ് വയനാട്. നമ്മൾ ഒഴിവാക്കുന്ന വെറും ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ട് ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കും. ഇത് വിശദമായി നമുക്ക് പറഞ്ഞു തരികയാണ് IRWയും ഒപ്പം കുപ്പാടി യുവരശ്മി ക്ലബും ചേർന്ന്. നോക്കാം എങ്ങനെയാണ് ഒരു ജീവൻ രക്ഷിക്കുന്നതെന്ന്. ഒരു മനുഷ്യൻ വെള്ളത്തിലകപ്പെട്ടാൽ എങ്ങനെ കരകയറാം? കരയിലുള്ളവർക്ക് അയാളെ എങ്ങനെ രക്ഷപ്പെടുത്താം? മുങ്ങിത്താഴുന്ന വെപ്രാളത്തിലുള്ള ആളെ രക്ഷിക്കാൻ അടുത്തേക്ക് നീന്തി ചെല്ലുന്നത് സുരക്ഷിതമോ? ജലാശയങ്ങളിൽ സംഭവിക്കാവുന്ന അപകടങ്ങളും അവയിൽ നിന്നുള്ള രക്ഷപ്പെടുത്തലും നമുക്കിപ്പോഴും അപരിചിതമായ സംഭവങ്ങളാണ്. എന്നാൽ വിലപ്പെട്ടൊരു മനുഷ്യജീവൻ രക്ഷപ്പെടുത്തിയെടുക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നതാണ് സുൽത്താൻ ബത്തേരി കുപ്പാടി യുവരശ്മി ലൈബ്രറിയും ഐഡിയൽ റിലീഫ് വിംഗ് കേരളയും ചേർന്ന് കടമാൻ തോട്ടിൽ സംഘടിപ്പിച്ച ജലാശയ മരണ ലഘൂകരണ ബോധവൽക്കരണ പരിശീലന പരിപാടി. ജൂലൈ 25 ലോക ജലമരണ ലഘൂകരണ ദിനമായിട്ട് ആചരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഐഡിയൽ റിലീഫ് വിംഗ് കേരളത്തിലെ 100 കേന്ദ്രങ്ങളിൽ ഇംപ്രവൈസ്ഡ് വാട്ടർ ഡിവൈസുകൾ സ്ഥാപിക്കുകയും അതിനെ പരിചയപ്പെടുത്തുകയും ചെയ്യുന്ന പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത്. 7ഓളം ഡിവൈസുകളാണ് നമ്മളിന്ന് ഇവിടെ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. അത് ഏറ്റവും സിമ്പിളായിട്ടുള്ളത് നേരത്തെ പറഞ്ഞു, 1 ലിറ്ററിൻ്റെ വാട്ടർ ബോട്ടിൽ കെട്ടി ബന്ധിപ്പിച്ചിട്ട് ബോട്ടിൽ ജാക്കറ്റ്, അത് 2 ലിറ്ററിൻ്റെ ബോട്ടിലാണെങ്കിൽ 4 വീതം കെട്ടി യോജിപ്പിച്ചിട്ട് അതും ഈ ഒരു 80 എബോവ് വെയിറ്റുള്ള ഒരാൾക്ക് സുഖമായിട്ട് പൊങ്ങി കിടക്കാൻ പറ്റിയിരിക്കുന്ന ഒരു ജാക്കറ്റാണ് ബോട്ടിൽ ജാക്കറ്റ്. പിന്നെയുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു, 2 ക്യാനുകൾ പരസ്പരം വടി ഉപയോഗിച്ച് ബന്ധിപ്പിച്ചിട്ട് ക്യാൻ ബാറ്റ് റെയ്ഡ്. അതുപോലെ തന്നെ 2 പോട്ടുകൾ, സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന 2 കലങ്ങൾ ഭദ്രമാക്കി അതിൻ്റെ വായുഭാഗം കെട്ടി ഉറപ്പിച്ചതിന് ശേഷം 2 വടി യൂസ് ചെയ്ത് ചെയ്യുന്നതാണ് പോട്ട് വാട്ടർ റെയ്ഡ്. അതുപോലെ തന്നെ കയർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ 2 ക്യാനുകൾ പരസ്പരം കൂട്ടി യോജിപ്പിച്ചിട്ട് വിങ്സ് മാതിരി 2 ചിറക് മാതിരി യൂസ് ചെയ്യുന്നതാണ് പോട്ട് വാട്ടർ വിങ്സ്. ഇങ്ങനെയുള്ള 7ഓളം. പിന്നെ സാധാരണ തെർമോക്കോൾ നമ്മൾ സ്കൂൾ ബാഗിൽ നിറച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് സുഖമായിട്ട് ബാഗ് തോളിൻ്റെ മതി യൂസ് ചെയ്തിട്ട് നമുക്ക് വെള്ളത്തിൽ പൊങ്ങി കിടക്കാൻ കഴിയും. അതുപോലെ തന്നെ തെർമോക്കോളുകൾ ചാക്കിൽ നിറച്ചിട്ട്, അതുപോലെ തന്നെ സാധാരണ ഉണങ്ങിയ തേങ്ങ ഒരു 6 7 തേങ്ങകൾ പരസ്പരം ഒരു വലയിൽ കെട്ടിയിട്ട് വിങ്സ് ആയിട്ട് യൂസ് ചെയ്ത് വെള്ളത്തിൻ്റെ മേലെ പൊങ്ങി കിടക്കാൻ കഴിയും. ഇത്തരം 7ഓളം ഡിവൈസുകളാണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. ഏറെക്കുറെ സാധാരണ ജലമരണങ്ങളിൽ അകപ്പെടുന്ന സമയത്ത് ഇത്തരം ഇംപ്രവൈസ്ഡ് ഡിവൈസുകൾ അതാത് ജലാശയങ്ങൾക്കരികിൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ നീന്തൽ അറിയാത്ത ഒരാൾക്ക് പോലും അത് ഉപയോഗിച്ചുകൊണ്ട് ഒരാളെ രക്ഷപ്പെടുത്താൻ കഴിയും എന്നുള്ളതാണ് IRWൻ്റെ ഈ ഒരു പരിപാടിയുടെ ഉദ്ദേശം. ഉപയോഗിച്ച് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കുപ്പിക്ക് ഒരു ജീവൻ രക്ഷിക്കാനാകുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാകുമോ? വിശ്വസിച്ചില്ലെങ്കിൽ സ്കൂൾ ബാഗിനെ ഒരു ജീവൻ രക്ഷാ ഉപാധിയാക്കി മാറ്റാമെന്നതും നിങ്ങൾ വിശ്വസിച്ചേക്കില്ല. എന്നാൽ ഇതാ കാണൂ, ഇവയുടെ എല്ലാം ശരിയായ ഉപയോഗം. മനക്കരുത്തോടെ ഇടപെട്ടാൽ ഏതൊരാൾക്കും ഒരു രക്ഷാപ്രവർത്തകനായി മാറാം എന്ന് തെളിയിക്കുന്ന പ്രായോഗിക പരിശീലനം. യുവരശ്മി ലൈബ്രറി കൗൺസിലിൻ്റെയും അതേപോലെ IRW കേരള സംഘടനയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് കറക്റ്റായിട്ടുള്ള രീതിയിൽ എങ്ങനെ ഒരു മുങ്ങിമരണം സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് അവരെ എങ്ങനെ രക്ഷപ്പെടുത്താം, അതായത് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അവരെ രക്ഷപ്പെടുത്താം എന്നുള്ളത് നല്ല ക്ലിയറായിട്ട് കുട്ടികൾക്ക് ക്ലാസ് എടുത്തു കൊടുത്തു. ഇവിടെ നമുക്ക് എന്താ പറയുക, ഒരു അപകടം നടന്നാൽ അതെങ്ങനെ നമുക്ക് ഒരു ആളെ രക്ഷിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഒരാളെ രക്ഷിക്കാം, അതിൻ്റെ കുറേ മെത്തേഡ്സും സേഫ്റ്റി മെത്തേഡ്സൊക്കെയാണ് എനിക്ക് ഇവിടുന്ന് മനസ്സിലായത്. ഇവിടെ വളരെ ഉപയോഗപ്രദമായൊരു ക്ലാസ് ആയിരുന്നു. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ക്ലബ്ബിൽ നിന്ന് വന്ന എല്ലാവർക്കും ഇതൊരു ഉപയോഗപ്രദമായ ക്ലാസ് ആയിരുന്നു. IRW കേരള, IRW അതുപോലെ തന്നെ യുവരശ്മി ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ചേർന്ന് സംഘടിപ്പിച്ച ഒരു ഡെമോൺസ്ട്രേഷൻ കടമാഞ്ചേരിയിൽ വെച്ച് നടന്ന ഒരു ഡെമോൺസ്ട്രേഷനാണ് ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞത്.
നമ്മളൊരാൾ ഒരു വ്യക്തി ഒരു കുളത്തിൽ വീണാൽ എങ്ങനെ രക്ഷപ്പെടാം, എങ്ങനെ രക്ഷപ്പെടുത്താം എന്നതിനെക്കുറിച്ച് വിശദമായ ഒരു ക്ലാസ് ഇപ്പോൾ നമുക്ക് ഡെമോ ആയിട്ട് തന്നിരിക്കുന്നു. സാധാരണ എല്ലായിടത്തും ഒരു ഡിവൈസ്, പല തരത്തിലുള്ള ഡിവൈസ് കാണാം. പക്ഷേ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഡിവൈസുകൾ വെച്ചാണ് നമ്മളിവിടെ ഒരു ഡെമോ കണ്ടത്. അതുപോലുള്ള വേസ്റ്റ് കുപ്പികൾ, ക്യാന്, ട്യൂബ് എന്നിവ കൊണ്ടുള്ള ഒരു ഡിവൈസ് കൊണ്ട് നമുക്ക് എങ്ങനെ പെട്ടെന്ന് രക്ഷപ്പെടുത്താം, എങ്ങനെ രക്ഷപ്പെടാം എന്നതിനെക്കുറിച്ച് നല്ലൊരു ക്ലാസ് നമുക്ക് ഇവിടെ IRW തന്നു. എന്തായാലും ഈ പ്രദേശത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കുട്ടികൾ ഒക്കെ വന്ന് നീന്തലും കാര്യങ്ങളൊക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രദേശത്ത് എന്തെങ്കിലും തരത്തിലുള്ള അപകടം സംഭവിച്ചാൽ പരിസരവാസികളായിട്ടുള്ള ആളുകൾക്ക് ഇത് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്ന രൂപത്തിലേക്കാണ് ഇതിൻ്റെ പരിപാടികളൊക്കെ തന്നെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഈ പ്ലാൻ ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും നല്ല ഒരു എന്താ പറയുക ജീവൻ സംരക്ഷിക്കാനുള്ള ഒരു പ്രവർത്തനങ്ങളിൽ നമുക്ക് ഏവർക്കും എത്രയും പെട്ടെന്ന് ഇടപെടാമെന്നും കരയ്ക്ക് വെച്ച് തന്നെ പിന്നെ വെള്ളത്തിൽ വീണ് പോയിട്ടുള്ള ആ കുട്ടികളാണെങ്കിലും പ്രായമുള്ളവരാണ് ആരാണെങ്കിലും അവരെ രക്ഷപ്പെടുത്താമെന്നുള്ളതിനൊക്കെയുള്ള ഒരു പരിചയപ്പെടുത്തലാണ് ഇന്നിവിടെ ഏറ്റവും പ്രാധാന്യമായി നമ്മൾ നിർവഹിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഒരു കുട്ടി മുങ്ങി മരിച്ച കടമാൻതോട് ചിറയിൽ ഇനിയും ഒരു ജീവൻ പൊലിയരുത്. അതിന് മുൻകൈയെടുക്കുകയാണ് നാടിന്റെ സ്പന്ദനമായ യുവരശ്മി ലൈബ്രറി. സുൽത്താൻ ബത്തേരി നഗരസഭയുടെ പൂർണ്ണ പിന്തുണയോടെ നടത്തിയ പരിപാടിയിൽ 100-ലേറെ പേരാണ് പങ്കെടുത്തത്.